ബാലിയിൽ നിന്നും ന്യൂസപ്പനിയുടെ ഐലൻഡിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. നാട്ടിൽ നിന്ന് തന്നെ ഫെറി ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു. കാരണം ഇവിടെ വന്ന് ബുക്ക് ചെയ്ത ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സമയത്ത് സനൂർ പോർട്ടിൽ എത്തുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഫെറി ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നേരത്തെ വരുന്നവർക്ക് നേരത്തെയുള്ള ബോട്ടുകളിൽ പോകാനായിട്ടുള്ള ടിക്കറ്റ് സ്ഥലമുണ്ടെങ്കിൽ അവർ മാറ്റി നൽകും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ മുന്നത്തെ ബോട്ടിൽ അവർ ബുക്ക് ചെയ്ത് തന്നു. നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സനൂർ പോർട്ടിലെ കഫേകളിൽ നിന്നാണ് കഴിക്കുന്നത്. ന്യൂസപ്പനിഡ എത്താനായിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം ഫെറിയിൽ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ അകത്താക്കണം, എന്നിട്ട് വേണം നമ്മുടെ ഫെറി യാത്ര തുടങ്ങാൻ. അങ്ങനെ ഒരു ക്രോസൻറ്റും കോഫിയും പിന്നെ നമ്മളുടെ ഹോട്ട് ഡോഗും അകത്താക്കി ഞങ്ങൾ സനൂർ പോർട്ടിലെത്തി. നല്ല വൃത്തിയുള്ള ഒരു പോർട്ട് അഥവാ ഹാർബർ. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ വൃത്തിക്കും വെടുപ്പിനൊക്കെ പോർട്ടും ഹാർബറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരും എന്നുള്ളത് ഉറപ്പ് തന്നെ. ധാരാളം പേര് വലിയ വലിയ പെട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ. ഇന്ന് അവിടെ ചെല്ലണം, നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ താമസിക്കുക, അത് കഴിഞ്ഞ് രാവിലത്തെ മോർണിംഗ് സൺറൈസും കണ്ട് ഉച്ചയോടുകൂടി മടക്കം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളുടേന്ന് പറയാൻ പറ്റില്ല, എൻ്റെ പ്ലാൻ. പക്ഷേ എൻ്റെ വൈഫിന് മറ്റ് ചില പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ സഞ്ചരിക്കുന്നത് അങ്കുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ട് സർവീസിലാണ്. ഇവിടെ മറ്റ് പല ബോട്ട് സർവീസുകളും ഉണ്ട്. ഇത് തിരഞ്ഞെടുക്കാൻ റേറ്റിംഗ് തന്നെയാണ് കാരണം. ഞങ്ങൾ നോക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്കുൽ ബോട്ട് സർവീസിനാണ്. അങ്ങനെ ലൈനായി ഞങ്ങൾ ബോട്ടിലേക്ക് അഥവാ ഫെറിയിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ്. ഏറ്റവും വലിയ ലഗേജൊക്കെ ആൾക്കാർ മുകളിലെ ഡെക്കിൽ എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ വലിയ ലഗേജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഡയറക്റ്റ് കയറിയാൽ മതി. അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. സാധാരണഗതിയിൽ ഇവിടെ മഴ എപ്പോൾ പെയ്യും എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തിരമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ പോർട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് കുറേ ലോക്കൽ ഡ്രൈവേഴ്സാണ്. അതിൽ നിന്ന് ഒരു നല്ലൊരു ടാക്സി കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞൊരു ഡൽഹി ആഗ്ര യാത്രയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ദുരനുഭവം ഉണ്ടായി. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് ടാക്സി ആയാലും ഓട്ടോ ആയാലും എന്തെടുക്കാനും ഭയങ്കര പേടിയാണ്. 2 ഓപ്ഷനാണ് ന്യൂസപ്പനിയുടേലുള്ളത്. ഒന്ന് നമുക്ക് ടാക്സി ഹയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബൈക്ക് സർവീസുകൾ റെൻറ്റിനെടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ നാട്ടിലേക്കാളും സേഫ് ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ആകെ മൊത്തം 202 സ്ക്വയർ കിലോമീറ്ററാണ് ന്യൂസപ്പനിയുടെ ഒരു ചുറ്റളവ്. അതിൽ തന്നെ ഒത്ത നടുക്കിൽ വലിയ മലനിരകളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മനുഷ്യവാസമൊന്നുമില്ല. പിന്നെ വരുന്ന താഴ്വാര പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മളുടെ ക്ലിങ്കിങ് ബീച്ച്, ബ്രോക്കൺ ബീച്ച്, ആത്തു ബീച്ച്, ഡയമണ്ട് ബീച്ച് എന്നിവയാണ്. ഇവിടം മൊത്തം ബീച്ചുകളാണ്. ഇവിടം എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് 2 ബീച്ചുകൾ കാണാൻ പോകാനാണ് സമയം കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫ് പല പദ്ധതികളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്നോട് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ന്യൂസപ്പനിയുടെ വരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. ഇവിടെ ഫുഡ് കിട്ടാനുള്ള പ്രയാസവും ടാക്സി റെൻറ്റും കാര്യങ്ങളുമാണ് എന്നെ മടുപ്പിക്കുന്ന സംഭവങ്ങൾ.
നല്ലൊരു ടാക്സി ഡ്രൈവറെ കിട്ടിയതോടെ ഞാനും സമ്മതിച്ചു എന്നാൽ നല്ല 2 ബീച്ച് കണ്ടിട്ട് വരാം എന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ ഡയമണ്ട് ബീച്ച്. ഇതിൻ്റെ മറ്റൊരു വശം നമുക്ക് സ്വിമ്മിങ്ങിനും ഒക്കെ അനിവാര്യമായ സ്ഥലമാണ് ആത്തു ബീച്ച് എന്ന് പറയുന്നത്. പലപ്പോഴും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലെ വാൾപേപ്പർ കാണുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ലോകത്തുണ്ടോ എന്ന് തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്. അതും ഒരു ഫിൽറ്ററും ഇല്ലാതെ അടിപൊളി കളർഫുള്ളായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി വെയിറ്റ് ചെയ്യുന്നതാണ് സൺറൈസ് കാണാൻ. അപ്പോൾ സൺറൈസ് കാണണമെന്ന് എൻ്റെ വൈഫിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. സൺറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൂടി കെട്ടിയിട്ടുണ്ടല്ലോ, സൂര്യനെ കാണുന്നില്ല. ഈ ക്ലൗഡ്സിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് സൂര്യൻ. അപ്പോൾ സൺറൈസ് പ്ലാൻ ഫ്ലോപ്പ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റേ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എഴുന്നേറ്റ് ആ ഒരു നേച്ചർ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് വെച്ച് സമാധാനിക്കുന്നു. കുറച്ച് പേരൊക്കെ ബൈക്കുകളൊക്കെ എടുത്തത് പോക്ക് തുടങ്ങി കണ്ട. അവർ ചിലപ്പോൾ സൺറൈസ് കാണാൻ പോയതായിരിക്കും. റിസോർട്ടൊക്കെ അടിപൊളിയാണെങ്കിലും ഇവരുടെ റെസ്റ്റോറൻറ്റ് എന്തോ കാരണവശാൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് റൂമിന് മുന്നിലേക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ മെനുവോ ഒന്നുമില്ല. കുറച്ച് ബ്രെഡും പിന്നെ ഫ്രൂട്ട്സും പാൻ കേക്കും ഒക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ന്യൂസപ്പനിയുടെ കാണേണ്ട ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ബീച്ചസ് ഉണ്ട്, നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് എന്നല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ടാക്സി എടുക്കാനും പിന്നെ ഫുഡ് കണ്ടുപിടിക്കാനും. അതുകൊണ്ട് തന്നെ പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല, ഒന്ന് കണ്ടു കളയണം എന്ന് വിചാരിക്കുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. എൻ്റെ ഭാര്യ ഇവിടെ വന്നത് നമ്മളുടെ അഹാന കൃഷ്ണയുടെ വ്ളോഗ്സ് കണ്ടിട്ടാണ്. അപ്പോൾ അഹാന ഇവിടം പുകഴ്ത്തുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ഒന്ന് വന്ന് കാണാൻ തോന്നും. അത്രയും അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതിയിൽ ഇത് തന്നെ നമുക്ക് വിയറ്റ്നാമിലെ ഹാലോങ് ബേയിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഹാലോങ് ബേയിലാണെങ്കിൽ ഇത്ര അധികം ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ നമ്മളുടെ കുട്ടയിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. കുട്ടയിൽ ലാസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്. കുട്ടയിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സേ നമ്മളുടെ എയർപോർട്ടിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ആ ഒരു ടൈം നമുക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ് മിനിറ്റ് ഇവിടെ നിന്ന് പോയാൽ മതി. അങ്ങനെ കുട്ട ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സഞ്ചരിക്കുന്ന ബാർ വാനിൻ്റെ മുന്നിൽ നിന്ന് പോസ് ചെയ്യുന്നത് കണ്ടത്. അടുത്ത ട്രിപ്പിനുള്ള പരിപാടിയാണ്. കുട്ടയിലെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് തന്നെ ഫുൾ വെള്ളമടിക്കാം എന്നുള്ളതാണ് ഈ കുട്ട ബാർ വാനിൻ്റെ പ്രത്യേകത. നമ്മളുടെ ഗോവയിലും വേണമെങ്കിൽ ഇത്തരത്തിൽ കൊണ്ടുവരാവുന്നതാണ്. കുട്ടയിലെ ഡിസ്കവറി മാൾ എന്ന് പറയുന്നതിൻ്റെ മുൻപിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് 6 മണി നേരത്ത് ഒരു സ്പെഷ്യൽ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായി വന്നിരിക്കുകയാണ്.
സംഗതി കാണിച്ചത് മൊത്തം രാമായണത്തിലെ കഥയാണ്. സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും രാമനും ഹനുമാനും കൂടെ രക്ഷിക്കാൻ പോകുന്നതൊക്കെയാണ് കാണിച്ചത്. പക്ഷേ വളരെ മനോഹരമായ രീതിയിൽ അവർ തന്നെ പാടി അഭിനയിച്ച് ചെയ്യുന്നത് നല്ലൊരു രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം ചെറിയൊരു മ്യൂസിക്കൽ ബാൻഡിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ലാസ്റ്റ് നൈറ്റ് ഇൻ കുട്ട കുറച്ച് ഷോപ്പിങ്ങും ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് തീർത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളുടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ടായിരുന്നു. അധികം വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. ബ്രെഡും മുട്ടയും ഓംലേറ്റും തന്നെയാണ് ഇവിടുത്തെ മെയിൻ ബുഫേ ഐറ്റംസ്. തനതായ ഇന്തോനേഷ്യൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ആർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. കുറേ ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നാവിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ നാവ് തരിച്ചു പോകുന്ന പോലെ ഉള്ളൊരു അനുഭൂതിയിലുള്ളൊരു ചിക്കൻ കറി. അങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ കുട്ട ആയതുകൊണ്ട് നമ്മൾ ചുമ്മാ വഴി കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ പരിസരങ്ങളൊക്കെ കാണാം എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു സ്കൂള് കണ്ടെത്തിയത്. അപ്പോൾ ഒരു അമ്പലത്തിന് ചുറ്റും ഒരു ഗുരുകുല വാസം പോലെയുള്ള ഒരു സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് ടെമ്പിൾസൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബോബ ടീ പോലത്തെ ഉള്ള മറ്റൊരു ഐറ്റമാണ്. ഗ്രാസ് ജെല്ലിയും പിന്നെ നമ്മളുടെ പയറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വ്യത്യസ്ത സാധനം. അതൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഒരു മസാജിനാണ് പോയത്. ഫുട്ട് മസാജും ബോഡി മസാജും ഒക്കെ ഇവിടെ വളരെ ചീപ്പാണ്. ഏകദേശം നമ്മളുടെ നാട്ടിലെ 500 രൂപ മാത്രമേ ഇവിടുത്തെ മസാജുകൾക്ക് വരുന്നുള്ളൂ. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗിന് ശേഷം നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. കുട്ട ബീച്ചിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ റാബസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഹോട്ടൽ ഇവിടുത്തെ ഒരു പ്രൈം സ്പോട്ടാണ്. അങ്ങനെ നമുക്ക് ബാലിനോട് വിട പറയാനുള്ള സമയമായി. വെക്കേഷൻ കഴിഞ്ഞതിൻ്റെയും ഒരു ദിവസം കൂടെ കൂടുതൽ എടുക്കാമായിരുന്നു എന്നുള്ള റിഗ്രറ്റും അടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. See you again some other day. അങ്ങനെ നമ്മളുടെ എയർപോർട്ടിലെത്തി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ മുന്തിയനം എന്തൊരു വാറ്റാണെന്ന് തോന്നുന്നു. നമ്മളുടെ നാട്ടിലേക്ക് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. മലേഷ്യൻ എയർപോർട്ടിൽ വന്ന ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നൊരു ഐറ്റം ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ബർഗർ കിങ്ങിൽ ഇവിടെ ഒരു ആപ്പിൾ പൈ കിട്ടും, അത് അടിപൊളിയാണ്. അത് നമ്മളുടെ നാട്ടിൽ കിട്ടില്ല. അങ്ങനെ തിരിച്ച് 13 മണിക്കൂറിൻ്റെ യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മീലും കാര്യങ്ങളൊക്കെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അതും കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്.